ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത ഒന്നാം അധ്യായം അർജുന വിഷാദ യോഗം. ധൃതരാഷ്ട്രയുടെ ചോദ്യവും സഞ്ജയന്റെ ഉത്തരവുമായിട്ടാണ് ഗീത ആരംഭിച്ചിരിക്കുന്നത്. ധനഞ്ജയൻ 14 ശ്ലോകങ്ങളിലായിട്ട് ധൃതരാഷ്ട്രയുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഇനിയും 15-ാമത്തെ ശ്ലോകമാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭീഷ്മ പിതാമഹന്റെ ആ ശംഖധ്വനിയോടെ ആ യുദ്ധ കാഹളം ആരംഭിച്ചു എന്ന് പറഞ്ഞ് നിർത്തി. തുടർന്ന് മറ്റുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെയും യുദ്ധഘോഷവുമാണ് പറഞ്ഞു വരുന്നത് അടുത്ത ശ്ലോകങ്ങളിലായിട്ട്. 15-ാമത്തെ ശ്ലോകം. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃഗോദരഃ. പാഞ്ചജന്യം ഋഷികേശഃ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമ്മ വൃഗോദരഃ. പാഞ്ചജന്യം ഋഷികേശഃ. പാഞ്ചജന്യം എന്ന ശംഖ് ആ ഋഷികേശനായ ഭഗവാൻ ശ്രീകൃഷ്ണനും ദേവദത്തം ധനഞ്ജയഃ. ദേവദത്തം എന്ന ദൈവദത്തമായിട്ടുള്ള ആ ശംഖിനെ ധനഞ്ജയൻ എന്ന് വിളിക്കുന്ന ആ അർജുനനും പൗണ്ഡ്രം മഹാശംഖം, പൗണ്ഡ്രം എന്ന ആ വലിയ ശംഖത്തെ ഭീമകർമ്മ വൃഗോദരക. ഭീമകർമ്മം ഭീമമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവൻ, ആ കർക്കശക്കാരനായിട്ടുള്ള വൃഗോദരം എന്ന് പറഞ്ഞ വലിയ വയറും ഉള്ളവനായ ആ ഭീമനും പൗണ്ഡ്രം എന്ന തന്റെ ആ മഹാശംഖത്തെ ദദ്മൗ ഊതി എന്ന് പറയുകയാണ്. തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ തന്റെ പാഞ്ചജന്യം എന്ന ശംഖ് മുഴക്കി. അതിനുശേഷം ധനഞ്ജയൻ അർജുനനാകട്ടെ തന്റെ ദൈവദത്തമായ ആ ദേവദത്തം എന്ന ശംഖത്തെയും മുഴക്കി. അനന്തരം പൗണ്ഡ്രം എന്ന ആ ശംഖത്തെ, ആ മഹാശംഖത്തെ ഭീമനും മുഴക്കി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃഗോദരഃ. ശ്ലോകം 16. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. അനന്തവിജയം രാജാ കുന്തിപുത്രഃ യുധിഷ്ഠിരഃ നകുലഃ സഹദേവഃ ച സുഘോഷം മണിപുഷ്പകൗ. സുഘോഷ മണിപുഷ്പകൗ. സുഘോഷം മണിപുഷ്പകൗ എന്ന രണ്ട് ശംഖിനെ കുറിച്ച് പറയുകയാണ്. സുഘോഷ മണിപുഷ്പകൗ. അപ്പൊ അനന്തവിജയം രാജ, അനന്തവിജയം എന്ന ആ ശംഖിനെ രാജാ കുന്തിപുത്രഃ യുധിഷ്ഠിരഃ, രാജാവായിട്ടുള്ള ആ കുന്തിപുത്രനുമായ യുധിഷ്ഠിരൻ എന്ന രാജാവും നകുലഃ സഹദേവഃ ച, നകുലനും സഹദേവനുമാകട്ടെ തങ്ങളുടെ ശംഖങ്ങളായിട്ടുള്ള സുഘോഷം മണിപുഷ്പകൗ എന്ന ശംഖുകളും ദഗ്മൗ ഊതി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. ശ്ലോകം 17. കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകീശ്ചാപരാജിതാ. കാശ്യഃ ച പരം ഇഷു ആസഃ പരമേശ്വാസഃ, പരം ഇഷു ആസഃ പരമേശ്വാസഃ ശിഖണ്ഡീഃ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നഃ വിരാടഃ ച സാത്യകി ച അപരാജിതഃ. തുടർന്ന് പരമേശ്വാസ, പരം ഈഷു ആസഹ, ഈഷു വില്ല്, പരം പരമമായ മഹത്തായ വലിയ, അപ്പം വലിയ വില്ലുള്ളവനായ കാശ്യഃ ച കാശിരാജാവും മഹാരഥഃ ശിഖണ്ഡീ ച മഹാരഥനായ ആ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നഃ വിരാടഃ ച ദൃഷ്ടദ്യുമ്നനും വിരാട രാജാവും അപരാജിതഃ സാത്യകീച്ച, ആ പരാജയം എന്തെന്നറിയാത്തവനായിട്ടുള്ള അപരാജിതൻ, അതായത് അത്രയും യുദ്ധ സാമർഥ്യമുള്ള, തോൽവി പറ്റാത്ത തരത്തിലുള്ള സാമർഥ്യമുള്ള ആ സ്വാത്വികിയും തങ്ങളുടേതായിട്ടുള്ള ശംഖങ്ങളെ
ദഗ്മൗ ഊതി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അങ്ങനെ തുടർന്ന് മറ്റുള്ളവരായിട്ടുള്ള, അതായത് കാശി രാജാവും ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നനും വിരാട രാജാവും സാത്വികിയുമാണ് തുടർന്ന് ശംഖങ്ങളെ ഊതിയത് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വികീ ച പരാജിത. ശ്ലോകം 18. ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദദ്മൗ പൃഥക് പൃഥക്. ദ്രുപദഃ ദ്രൗപദേയാഃ ച സർവശഃ പൃഥിവീപദേ സൗഭദ്രഃ ച മഹാബാഹുഃ ശംഖാൻ ദദ്മൗ പൃഥക് പൃഥക്. ദ്രുപദഃ ദ്രൗപദേയാഃ ച. ദ്രുപദനും ദ്രുപദരാജാവും ദ്രൗപദിയുടെ പുത്രന്മാരായിട്ടുള്ള ആ 5 പുത്രന്മാരും, അതായത് പാഞ്ചാലിയുടെ പുത്രന്മാരും, മഹാബാഹു സുഭദ്രഃ ച, മഹാബാഹുവായിട്ടുള്ള, അതായത് നീണ്ട കൈകളോടുകൂടിയ സുഭദ്രയുടെ പുത്രനായ അഭിമന്യുവും, പൃഥ്വീപദേ അല്ലയോ മഹാരാജാവേ, സർവശഃ എല്ലാ ഭാഗത്തു നിന്നും, പൃഥക് പൃഥക് വേഗം പ്രത്യേകം പ്രത്യേകമായിട്ട്, പൃഥക് പൃഥക് പ്രത്യേകം പ്രത്യേകമായിട്ട്, ശംഖാൻ ദദ്മൗ ആ ശംഖങ്ങളെ ഊതി എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഈ എതിരാളികളുടെ ശംഖധ്വനിയും വാദ്യ ആഘോഷങ്ങളും കേട്ടപ്പോൾ ആ പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ പാഞ്ചജന്യമെന്ന പ്രഖ്യാതമായ തൻ്റെ ശംഖം എടുത്ത് ഊതി. അപ്പോൾ ഒപ്പം തന്നെ അർജുനനും ദേവദത്തമെന്ന ശംഖമെടുത്ത് ഊതി. പിന്നാലെ ഭീമൻ, യുധിഷ്ഠിരൻ മുതലായ പാണ്ഡവന്മാരും അവരവരുടെ സഹായികളായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ മുതലായവരും അവരവരുടെ ശംഖുകൾ എടുത്ത് ഒന്നൊന്നായി ഊതി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ, ഈ 3 ശ്ലോകങ്ങളിലായിട്ട്. ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദദ്മൗ പൃഥക് പൃഥക്. ശ്ലോകം 19. സഘോഷോധാർത്ഥരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമൂലോ വിനുനാദയൻ. സഹ ഘോഷഃ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭഃ ച പൃഥിവീം ചായേവ തുമൂലഃ വിനുനാദയൻ. തുമൂല അങ്ങനെ ഇരമ്പി മുഴങ്ങുന്ന അത്രയും മഹത്തായ ശംഖങ്ങളുടെ ധ്വനികളാൽ അങ്ങനെ എങ്ങും നിറഞ്ഞിരിക്കുന്ന, അങ്ങനെ ഇരമ്പി മുഴങ്ങുകയാണ്, അങ്ങനെ മുഴങ്ങുന്ന സഹഘോഷക ആ ശംഖധ്വനികൾ, നഭഹാച്ച ആകാശത്തെയും, പൃഥിവീം ചായേവ ഭൂമിയെയും, വെനുനാദയൻ മാറ്റൊലിക്കൊള്ളിച്ചുകൊണ്ട് പ്രതിധ്വനിപ്പിച്ചുകൊണ്ട്, ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി ആ ധാർത്തരാഷ്ട്രന്മാരായിട്ടുള്ള ധൃതരാഷ്ട്രരുടെ പുത്രന്മാരായിട്ടുള്ള ദുര്യോധനൻ തുടങ്ങിയവരെ, അവരുടെ ഹൃദയങ്ങളെ വ്യദാരയത് പിളർന്നു എന്ന് പറയുകയാണ്. അവർക്ക് അപ്പോഴും ഭയപ്പാടുണ്ട്, തങ്ങളുടെ ആ വിജയത്തിനകത്തിൽ അവർക്ക് അപ്പോഴും സംശയമുണ്ട്. അതാണ് പറയുന്നത്, ആ പാണ്ഡവന്മാരുടെ ഭാഗത്തു നിന്നുള്ള ആ ഓരോ ചലനങ്ങളും ഇവരെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് മണ്ണും വിണ്ണും മാറ്റൊലിക്കൊള്ളിച്ച് ഇരമ്പിക്കയറുന്ന ആ ശംഖധ്വനി ദുര്യോധനം മുതലായ കൗരവന്മാരെയും കൂട്ടുകാരുടെയും ഹൃദയം പിളർന്നു എന്ന് പറയുകയാണ്. കാരണം എവിടെങ്കിലും തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എവിടെങ്കിലും ഒരു പിഴവുണ്ട് എന്ന് തോന്നുമ്പോഴാണല്ലോ നമുക്ക് ആ ഭയപ്പാടോ സംശയത്തിനോ ഇട വരുന്നത്. മറ്റുള്ളവർക്ക് ആ സംശയങ്ങളുടെ ഇട ഉണ്ടാവുകയേയില്ല. അവർക്ക് ധൈര്യപൂർവ്വം തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തി തുടർന്നു കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ട്, ഞാനാണ് തെറ്റ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭയപ്പാട് അവനവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ആ ഭയപ്പാടാണ് ദുര്യോധനനും അനുഭവപ്പെട്ടത് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സഘോഷോധാർത്ഥരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമൂലോ വിനുനാദയൻ.